എല്ലാവർക്കും ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങളായി നമ്മൾ ഷെയ്ഖ് സയ്യിദ് റോഡും അതിൻ്റെ പരിസര പ്രദേശങ്ങളും പകലിൻ്റെ ഭംഗിയും രാത്രി വെട്ടത്തിലെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നടന്നു. ഇനി നമുക്ക് ദുബായിലെ ക്രീക്കിലേക്ക് പോയി അവിടുത്തെ കുറേ ക്രൂയിസ് സർവീസുകളിലൂടെ സഞ്ചരിച്ച് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും വെള്ളവും ലൈറ്റും തമ്മിലുള്ള ഒരു കളർ മേർജിങ്ങും കണ്ടിട്ട് വരാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഉള്ളത് ദുബായ് അൽ ജിദാഫിൽ ആണ്. എത്ര മനോഹരമായിട്ടാണെന്നോ ഈ പ്രദേശം അവർ ഒരുക്കിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ, അതായത് ഇരിപ്പിടവും റെസ്റ്റ് റൂംസും എല്ലാം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് ആരംഭിക്കുന്ന ക്രൂയിസ് സർവീസുകൾ പരമ്പരാഗത ഉല്ലാസയാത്രകളെയും ആധുനിക ദുബായ് കനാലിൻ്റെ കാഴ്ചകളെയും ബന്ധിപ്പിക്കുന്നു. അൽ ജിദാഫ് മറൈൻ സ്റ്റേഷനും സമീപ പ്രദേശങ്ങളും ദുബായിയുടെ പഴയ സമുദ്ര പാരമ്പര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ നിന്ന് ദവ് ക്രൂസ് അഥവാ പരമ്പരാഗത മരത്തോണികളിലും ആധുനിക യാച്ചുകളിലും നടത്തുന്ന സർവീസുകൾ ബുർജ് ഖലീഫ, ദുബായ് വാട്ടർ കനാൽ തുടങ്ങിയ പ്രമുഖ ഇടങ്ങളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നു. അൽ ജിദാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം കപ്പൽ നിർമ്മാതാവ് എന്നാണ്. പണ്ട് കാലത്ത് പരമ്പരാഗത ഊവ് അല്ലെങ്കിൽ ദവ് കപ്പലുകൾ നിർമ്മിച്ചിരുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. ദുബായ് ക്രീക്കിൻ്റെ നീളത്തിലുള്ള ഈ പ്രദേശം പണ്ട് ചരക്കു നീക്കത്തിനും മത്സ്യബന്ധനത്തിനും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ദുബായ് വാട്ടർ കനാൽ യാഥാർത്ഥ്യമായതോടെ അൽ ജിദാഫ് കേന്ദ്രീകരിച്ചുള്ള ടൂറിസം ക്രൂസ് സർവീസുകൾക്ക് വൻ പ്രചാരം ലഭിച്ചു. ഇന്ന് ജിദാഫിലെ യാച്ച് ക്ലബ്, മറീന മേഖലയിൽ നിന്ന് 2 മണിക്കൂർ നീളുന്ന ഡിന്നർ ക്രൂസുകൾ എന്നിവ ലഭ്യമാണ്. ഇതുകൂടാതെ ഇതിൽ തനൂറ ഡാൻസ്, സംഗീതം, അന്താരാഷ്ട്ര ബൊഫെ ഭക്ഷണങ്ങൾ എന്നിവ ഇതിൻ്റെ ഭാഗമായി സഞ്ചാരികൾക്ക് ലഭിക്കുന്നു. നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. 2016 ദുബായ് വാട്ടർ കനാൽ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഒരു സുപ്രധാന ക്രൂയിസ് സ്റ്റാർട്ടിംഗ് പോയിൻ്റായി മാറിയത്. ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്ന് ബോട്ട് കയറുമ്പോൾ മോളിൻ്റെ മുന്നിൽ ലോകപ്രശസ്തമായ ലേസർ ഫൗണ്ടൻ ഷോ ജലാശയത്തിൽ നിന്ന് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും എന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ബിസിനസ് ബേ വഴി അറബിക്കടലിലേക്ക് ഒഴുകുന്ന ഈ കൃത്രിമ കനാൽ പഴയ ദുബായിയെയും പുതിയ ദുബായിയെയും വെള്ളത്തിലൂടെ ബന്ധിപ്പിക്കുന്നു. നമ്മുടെ മുന്നിൽ കാണുന്ന ലൈറ്റിങ്സ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ നിന്നുമാണ് വരുന്നത്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി എന്നത് ദുബായ് ക്രീക്കിൻ്റെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന താമസ സൗകര്യങ്ങളും ബിസിനസ് കേന്ദ്രങ്ങളും വിനോദ സംവിധാനങ്ങളും ഒത്തുചേർന്ന UAEയിലെ ഏറ്റവും വലിയ സിറ്റി വിതിൻ എ സിറ്റി പ്രോജക്റ്റുകളിൽ ഒന്നാണ്. 2001 ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയുടെ ആദ്യ രൂപരേഖ പ്രഖ്യാപിക്കപ്പെട്ടത്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂത്തിൻ്റെ അനുമതിയോടെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ അൽ ഫുതൈം ഗ്രൂപ്പാണ് ഈ പ്രോജക്റ്റ് വികസിപ്പിച്ചത്. 2003 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് ഈ മോളിൽ 400-ലധികം അന്താരാഷ്ട്ര ബ്രാൻഡ് സ്റ്റോറുകളും വിവിധ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി വാട്ടർ കനാലിന് ഇരുവശത്തും അതിശയകരമായ ലൈറ്റിങ്ങിൻ്റെയും ലോകപ്രശസ്തമായ ഇമാജിൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഷോകളുടെയും ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വെറുമൊരു ഷോപ്പിംഗ് മാൾ എന്നതിന് അപ്പുറം ദുബായിലെത്തുന്ന സഞ്ചാരികൾക്ക് രാത്രി കാലങ്ങളിൽ സൗജന്യമായി ആസ്വദിക്കാനുള്ള ഒരു ആഗോള വിനോദ കേന്ദ്രം സൃഷ്ടിക്കുക എന്നതായിരുന്നു ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയുടെ ലക്ഷ്യം. കനാലിൻ്റെ ഇരുവശങ്ങളെയും വെള്ളത്തെയും ഒരേപോലെ ജീവസുറ്റതാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ലൈറ്റിംഗ് സംവിധാനത്തിന് 2 ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ സ്ക്രീൻ പ്രോജക്റ്റ് ഉള്ള അവാർഡും ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥിരമായ പ്രൊജക്ഷൻ മാപ്പിന് ഉള്ള അവാർഡുമാണ് നേടിയെടുത്തിരിക്കുന്നത്.
30-ലധികം വാട്ടർ ഫൗണ്ടനുകൾ, 70-ലധികം ഭീമൻ സെർച്ച് ലൈറ്റുകൾ, 3 മില്യണിലധികം ലൂമിനസ് തീവ്രതയുള്ള LED ലൈറ്റുകൾ, അതിശക്തമായ ലേസറുകൾ, തീജ്വാലകൾ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു. കനാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങളിലും ജലപ്പരപ്പിലും ലൈറ്റുകൾ ഉപയോഗിച്ച് മനോഹരമായ കഥകൾ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കഥകൾ ഇവയാണ്: എ ചൈൽഡ്സ് ഡ്രീം, ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളും ഭാവനകളും പ്രകാശത്തിൻ്റെ അകമ്പടിയോടെ കനാലിൽ വിരിയുന്നു. എ പൈറേറ്റ്സ് ടെയിൽ, കടൽ കൊള്ളക്കാരുടെ കഥ പറയുന്ന ആക്ഷൻ നിറഞ്ഞ ദൃശ്യ ആവിഷ്കാരം. ഹാത്തീസ് ഗാർഡൻ, കുട്ടികൾക്കായി ആനകളുടെയും പ്രകൃതിയുടെയും പശ്ചാത്തലമുള്ള കഥ എന്നിവയാണ് പ്രധാനപ്പെട്ടവ. ഞങ്ങൾ ക്രൂയിസിൻ്റെ മുകളിൽ ഏറ്റവും മുൻപിൽ ഡ്രൈവറിന് അടുത്തായിട്ടാണ് ഇരുന്നത്. കാഴ്ചകൾ ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷേ ഇന്നത്തെ ചൂടും ഹ്യൂമിഡിറ്റിയും ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു. രാത്രിയായിട്ട് പോലും കുറയുന്ന യാതൊരുവിധ ലക്ഷണവുമില്ല. ഒന്ന് കുളിച്ച പ്രതീതി. നമ്മുടെ യാത്ര ഏകദേശം പകുതി ദൂരം പിന്നിട്ടു. ഫെസ്റ്റിവൽ സിറ്റി മാളിനടുത്ത് ഉള്ള കടവിൽ നിന്ന് ആരംഭിച്ച് ബിസിനസ് ബേ പാലങ്ങളും ലോകപ്രശസ്തമായ വെള്ളച്ചാട്ട പാലവും പിന്നിട്ട് തിരികെ വരുന്ന ക്രൂയിസ് റൂട്ടിൻ്റെ ആകെ ദൂരം ഏകദേശം 6 മുതൽ 7 കിലോമീറ്റർ വരെ ആണ്. ഈ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങി. പരമ്പരാഗത തനൂറ നൃത്തമാണ് ആദ്യത്തെ ഷോ. 12-ാം നൂറ്റാണ്ടിൽ തുർക്കിയിലും സിറിയയിലുമുള്ള സൂഫി കമ്മ്യൂണിറ്റിയിലാണ് ഈ നൃത്തത്തിൻ്റെ വേരുകൾ കിടക്കുന്നത്. പ്രശസ്ത സൂഫി പണ്ഡിതനും കവിയുമായ ജലാലുദ്ദീൻ റൂമിയുടെ ചിന്തകളിൽ നിന്നാണ് ഈ ഖൂർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടുള്ള ധ്യാന രീതി രൂപപ്പെട്ടത്. പിന്നീട് ഈജിപ്തിലെ ഫാത്തിമിദ് ഭരണകാലത്താണ് ഇതിന്നത്തെ കാണുന്ന വർണ്ണാഭമായ തനൂറ നൃത്തരൂപമായി മാറിയത്. അറബി ഭാഷയിൽ തനൂറ എന്നാൽ പാവാട എന്നാണ് അർത്ഥം. തുടക്കത്തിൽ ദൈവത്തോടുള്ള ഭക്തിയും ആത്മീയ ശുദ്ധീകരണവും ലക്ഷ്യമിട്ട് സൂഫി വര്യന്മാർ മാത്രം ചെയ്തിരുന്ന ഈ നൃത്തം കാലക്രമേണ മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ വൻ ജനപ്രീതിയുള്ള ഒരു കലാരൂപമായി പരിണമിച്ചു. നർത്തകൻ ഒരേ ദിശയിൽ തുടർച്ചയായി കറങ്ങുന്നത് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്ന പ്രപഞ്ചത്തിൻ്റെ നിതാന്ത ചലനത്തെ പ്രതീകപ്പെടുത്തുന്നു. നൃത്തം ചെയ്യുമ്പോൾ കലാകാരൻ തൻ്റെ വലത് കൈ മുകളിലേക്കും ഇടത് കൈ താഴേക്കും പിടിക്കുന്നത് കാണാം. ഇത് സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ഭൂമിയിലേക്ക്
പ്രസരിക്കുന്നതിനെ ആകാശവും ഭൂമിയും അല്ലെങ്കിൽ ഒന്നാകുന്നതിനെ സൂചിപ്പിക്കുന്നു. നർത്തകർ ഒന്നിലധികം പാളികളുള്ള വളരെ ഭാരമേറിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. കറങ്ങുമ്പോൾ ഈ പാവാടകൾ വലിയൊരു വട്ടവിളക്ക് പോലെ വിടർന്ന് ഉയരുന്നു. തനൂറ വസ്ത്രങ്ങളിലെ ഓരോ നിറത്തിനും ആത്മീയമായ അർത്ഥങ്ങളുണ്ട്. വെള്ള നിറം ശുദ്ധിയെയും ഹൃദയ നൈർമല്യത്തെയും സൂചിപ്പിക്കുന്നു. പച്ച വിശ്വാസത്തെയും ആത്മീയ വളർച്ചയെയും പ്രതിനിധീകരിക്കുന്നു. ചുവപ്പ് സ്നേഹത്തെയും ആത്മീയ ഊർജത്തെയും കാണിക്കുന്നു. നൃത്തത്തിനിടയിൽ നർത്തകൻ ഒന്നിലധികം പവാടകൾ ഓരോന്നായി അഴിച്ചു മാറ്റാറുണ്ട്. ഇത് വർഷത്തിലെ 4 ഋതുക്കളുടെ മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു. പുരാതന കാലത്ത് നദിക്കരയിലും കനാലുകളിലും വിളക്കുകൾ കത്തിച്ചു വെക്കുന്ന ആചാരങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഇന്ത്യയിലെ കാർത്തിക ദീപം, തായ്ലൻഡിലെ ലോയ് ക്രാത്തോങ്, ഇറ്റലിയിലെ വെനീസ് കാർണിവൽ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. വെള്ളത്തിലെ ലൈറ്റിൻ്റെ ഷെയ്ഡ് എന്തു മനോഹരമാണല്ലേ. ഇത് 20-ാം നൂറ്റാണ്ടോടെ കനാലുകളിൽ ഗ്യാസ് ലൈറ്റുകളും പിന്നീട് കളർ LED ലൈറ്റുകളും വന്നു. ഇരുണ്ട ജലാശയങ്ങളെ വെളിച്ചം കൊണ്ട് ആകർഷകമാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കനാലിലെ വെളിച്ചം സന്തോഷത്തിൻ്റെയും വികസനത്തിൻ്റെയും ഉത്സവങ്ങളുടെയും പ്രതീകമാണ്. ജലപ്പെരുപ്പിൽ വെളിച്ചം തട്ടുമ്പോൾ ഉണ്ടാകുന്ന നിഴലുകൾ നഗരത്തിൻ്റെ ഭൂതകാലത്തെയും നിഗൂഢതകളെയും ഓർമ്മിപ്പിക്കുന്നു. ഓളങ്ങളിൽ വെളിച്ചവും നിഴലും മാറി മറയുമ്പോൾ കനാൽ ഒരു ജീവനുള്ള ക്യാൻവാസ് പോലെയായി മാറുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുപോലെ മനോഹരമാണെന്ന് ഈ കാഴ്ച നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്രൂയിസ് യാത്ര അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുന്നു. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ നല്ല കാഴ്ചകളുമായി എത്തുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്
കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.